വഖഫ് നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ മഹാറാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കോഴിക്കോട് കടപ്പുറം ജനങ്ങളാൽ ഒരു ജനസാഗരമായി കഴിഞ്ഞിരിക്കുകയാണ്. വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലിയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു എതിർ ശബ്ദം അറിയിക്കുകയാണ്. നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പാണക്കാട് സാദിഖലി തങ്ങൾ, അതോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ PMA സലാം തുടങ്ങിയ നേതാക്കൾ വേദിയിലേക്ക് മഹാറാലിയിലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ PK ഫിറോസ് സംസാരിക്കുകയാണ്. ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ് തുടങ്ങിയ നേതാക്കളെല്ലാവരും ഈ വേദിയിലേക്ക് എത്തുകയാണ്. ഷഹീദ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തം. ഇന്ന് രാവിലെ ഇതിന്റെ സംഘാടന ചുമതല PMA സലാമയാണ്. സലാമിനോട് സംസാരിക്കുമ്പോൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള ആളുകൾ എത്തും എന്നുള്ള രീതിയിലാണ് ദൃശ്യങ്ങളും അതാണ് നമ്മളോട് പറയുന്നത്. വലിയ ജനപങ്കാളിത്തമുണ്ടോ? തീർച്ചയായും മഹാറാലി എന്ന പദത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ജനക്കൂട്ടത്തെ കൊണ്ട് കോഴിക്കോട് കടപ്പുറം അഭൂതപൂർവമായ വിധം നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ റാലിക്ക് തുടക്കമാകും, സമ്മേളനത്തിന് തുടക്കമാകും. മുസ്ലിം ലീഗ് അധ്യക്ഷൻ തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുഹമ്മദ് ബഷീർ, അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം എത്തിക്കഴിഞ്ഞു. നേരത്തെ പറയിച്ചിരുന്നത് പഞ്ചാബ് PCC പ്രസിഡന്റും MP-യുമായ അമരീന്ദർ സിംഗ് പങ്കെടുക്കുമെന്ന് അറിയിച്ചു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. തെലങ്കാന മന്ത്രി സീതാക്ക ഉൾപ്പെടെയുള്ള, കർണാടകയിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ ശക്തമായ പ്രതിഷേധ സ്വരം കേരളത്തിൽ നിന്ന് ഉയർത്തുക, അത് ഡൽഹിയിലേക്ക് എത്തുക, കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുസ്ലിം ലീഗ് മഹാറാലി സംഘടിപ്പിച്ചതിലൂടെ ഉള്ളത്. ഒപ്പം തന്നെ വളരെ സമാധാനപരമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ ജനാധിപത്യ കക്ഷികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിയമത്തിന് വിധേയമായുള്ള പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് റാലി സംഘടിപ്പിച്ചതെന്ന് നേതാക്കന്മാർ വിശദീകരിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ നിണ്ടത്താണ് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സുപ്രീം കോടതിയിലാണ് വിവരങ്ങൾ നൽകിയത്. വലിയ മഹാറാലി എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ജനപങ്കാളിത്തം കോഴിക്കോട് കടപ്പുറത്ത്, കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ ഈ മഹാറാലിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.